ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു കുട്ടി ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഞാൻ റെഡ്മില്ലുമായിട്ട് ഗുസ്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടൊക്കെ മാറിയിട്ട് എന്താ പറയുക, അതൊരു സെറ്റ് ചെയ്തു. നമ്മൾ കറക്റ്റ് സ്ഥലത്തൊക്കെ അത് പ്ലേസ് ചെയ്തതിന് ശേഷം നടക്കാൻ തുടങ്ങിയാണ്. ഏകദേശം ഞാൻ നടക്കുന്നത് നിർത്തിയിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. 3-4 അതിൽ കൂടുതലായിട്ടുണ്ട്. ഒരു 7-8 മാസത്തോളം ആവും. അതിൻ്റെ കാരണം ഞാൻ ഒരു 62 കിലോ വെയിറ്റ് ആയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. ആ സമയത്ത് എനിക്ക് കാലിൻ്റെ മുട്ടുവേദന വന്നു. എനിക്ക് മുകളിൽ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റാത്ത പോലെ കാലിൻ്റെ മുട്ടുവേദന വന്നു. പിന്നീട് ഓട്ടോമാറ്റിക് പെട്ടെന്നൊരു 7 കിലോ ഒക്കെ കുറഞ്ഞു. പെട്ടെന്നാണ് വെയിറ്റ് കുറയുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വെയിറ്റും കൂടുന്നുണ്ട്, വെയിറ്റ് കുറയുകയും ചെയ്തു. അപ്പോൾ ഇനി വെയിറ്റ് കൂടണ്ട എന്നൊരിത് വെച്ചിട്ട് വീണ്ടും നടന്നു തുടങ്ങുകയാണ്. അന്ന് മുട്ടുവേദന വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു നടക്കണ്ട എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതുകൊണ്ട് പിന്നെ തീരെ നടക്കലില്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മൾ വീടൊക്കെ മാറി വന്നപ്പോൾ കറക്റ്റ് ഒരു സ്ഥലത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടികളൊക്കെ റെഡിയാക്കി, അതിൻ്റെ ബെൽറ്റൊക്കെ ഒന്ന് ഊരിയെല്ലാം നമ്മൾ എന്തോ സ്പ്രേ ഒക്കെ അടിച്ച് റെഡിയാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി നാളെ രാവിലത്തേക്ക് ആക്കണ്ട, ഇന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങിക്കളയാം എന്ന് വിചാരിച്ചു. കുറച്ച് ഫ്രഷ് മൈൻഡും ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നടന്നു തുടങ്ങി. അപ്പം നാളെ രാവിലെ വീണ്ടും നടക്കണം. നാളെ ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ദേഹം വേദന ഇല്ലാതില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. മോളടുത്ത് കാര്യം പറഞ്ഞു, ഒരു പാട്ടൊക്കെ ഇട്ടും ചുമ്മാ കുറേ കോഷ്ടിയൊക്കെ കാണിച്ചൊക്കെ വെറുതെ രസത്തിന് നടന്നതാണ്. ഒരു 10-15 മിനിറ്റോളം മാത്രമേ നടന്നുള്ളൂ. ചുമ്മാ ഒരു രസം പിടിച്ചങ്ങ് നടന്നുകൊണ്ടിരുന്നതാണ്. നടന്നിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രെഡ്മില്ല് വാങ്ങിച്ച സമയത്ത് എനിക്കിങ്ങനെ ബാലൻസ് ഇല്ലാണ്ട്, അതായത് ഇങ്ങനെ സൈഡിൽ പിടിക്കാണ്ട് നടക്കാൻ പറ്റില്ല, വീഴാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ നാൾ നമ്മൾ നടക്കാതിരുന്നിട്ട് ചെന്ന് കയറിയിട്ട് എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുക, എങ്ങനെയാണ് ഞാൻ എന്താ വണ്ണം കുറഞ്ഞിരിക്കുന്നത്, ഓരോ പ്രാവശ്യം കാണുമ്പോഴും നീ വണ്ണം കുറഞ്ഞിരിക്കുകയാണെന്നുമല്ലൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇങ്ങനെ ഫുഡ് ഡയറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഡയറ്റൊന്നും ചെയ്യുന്നില്ല. എന്താ പറയുക, ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വന്നു. അതുപോലെ വെച്ച് ഇങ്ങനെ തന്നെ ഇടാമെന്ന് വെച്ചു. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാറുണ്ട്, പക്ഷേ ലിമിറ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. കുറച്ച് ചാർക്കോളിൻ്റെ ഫുഡിനോട് ഭയങ്കര ഒരു ഭ്രമം ആണ്. പെരി അൽഫാം അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഒരുതരം അട്രാക്ഷൻ ഇപ്പം വന്നിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു തരം കൊതി എന്ന് പറയില്ല, ആ ഒരു സാധനം. ചില സമയം ഭയങ്കര ഒരു ക്രാവിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള എന്ത് ഫുഡും കഴിക്കും, പക്ഷേ ലിമിറ്റ് ചെയ്ത് അളവിൽ കുറച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.